അപ്പോഴേ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്നും ഇവിടെ വിളുമാർക്ക് ഇപ്പോൾ സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ മിക്ക ദിവസം ഈ ചപ്പാത്തി റോൾ മതി കേട്ടോ. 1-2 ദിവസം അങ്ങനെ കൊടുത്തു വിട്ടപ്പോഴത്തേക്കിനും നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല രസം ഉണ്ടായിരുന്നു കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ട് എന്നും ഇപ്പം ചപ്പാത്തി റോൾ മതിയെന്നാണ് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് എളുപ്പമുണ്ട് എനിക്കും. അപ്പോൾ ആഴ്ച 2-3 ദിവസമൊക്കെ ഇപ്പോൾ അതാ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഇന്നും അതാ കൊടുത്ത് വിടുന്നത്. ഇപ്പോൾ രാവിലെ 2 പേരും സ്കൂളിൽ പോകാനായിട്ട് റെഡി ആവുന്നുണ്ട്. അപ്പം ഞാനൊരു കാര്യം കാണിച്ചു തരാം അമ്മേ. ആഷ്മി അതാ നിൽക്കുന്നു. നമ്മുടെ ആഷ്മിയുടെ മുടി ഞാൻ മുറിച്ച് കളഞ്ഞേട്ടോ. പക്ഷെ ആദ്യം ചോദിക്കണമായിരുന്നു ആഷ്മിക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരുന്നില്ലയോ. പോട്ടെ, പറ്റിയില്ല. അപ്പം ഞാൻ തന്നെ അങ്ങ് പറയാം, നമ്മുടെ ആഷ്മിയുടെ മുടി അത്യാവശ്യം നല്ലോണം മുടി ഉണ്ടായിരുന്നു. ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞേട്ടോ. എന്താണെന്നറിയാമോ? ഇങ്ങോട്ട് വാ, അത് കാണിക്കാം. എന്താണെന്നറിയാമോ? ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞത് മൊത്തം അങ്ങ് ചെടക്കാണ്. ഇങ്ങോട്ട് വാടി, ഞാൻ പറയട്ടെ. അത് നിൽക്കത്തില്ല, കണ്ടോ? മുടി മുറിക്കുന്ന ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ നിർബന്ധിച്ച് മുറിപ്പിച്ചതാണ്. ഞാൻ പൊക്കി എടുത്തുകൊണ്ട് മുറിപ്പിച്ചതാണ്. എന്താണെന്നറിയാമോ? എന്നും ഇതങ്ങ് ഭയങ്കര ഈ പെണ്ണിൻ്റെ മുടി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ചെടക്ക് പിടിക്കും കേട്ടോ. ഒന്നീ സ്വന്തമായിട്ട് ചെടക്കെടുക്കണം, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെടുക്കാൻ സമ്മതിക്കണം. നമ്മളെങ്ങാനും ചെടക്കെടുക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ ചെടക്കെടുക്കുന്ന സമയത്ത് ഈ നാട്ടുകാരെ മൊത്തം ഇളക്കും കേട്ടോ. അത്രയ്ക്ക് ഇവിടെ കിടന്ന് കാറിക്കൂവും. അപ്പം ചെടക്കെടുക്കാൻ മിക്ക ദിവസം പറ്റത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ആർക്കും മെനയില്ലല്ലോ. ഇനിയിപ്പോൾ സ്വന്തമായിട്ട് മുടി സൂക്ഷിക്കുന്ന സമയമാകുമ്പോൾ വളർത്തട്ടെ. അല്ലെങ്കിൽ തന്നെ അവൾക്ക് മുടിയൊക്കെ ചെടക്കെടുക്കുന്ന പ്രായമായില്ലയോ. അവളത് ചെയ്യത്തില്ല, ബാക്കിയുള്ളവരെ കൊണ്ടിട്ട് ചെയ്യിപ്പിക്കും. അതുമില്ല. ഇങ്ങോട്ട് നോക്കട്ടെ. ഇന്ന് സയൻസ് എക്സിബിഷനാട്ടോ. അപ്പം അവളും അവളുടെ കൂട്ടുകാരിയും കൂടെ ചെയ്യുന്നത്. അപ്പം കൂട്ടുകാരിയുടെ അമ്മ ബാക്കി കാര്യങ്ങളെല്ലാം അതിൻ്റെ സാധനങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവർക്ക് കുറച്ച് കാര്യങ്ങളുള്ളൂ ചെയ്യാൻ, ഇച്ചിരി കാര്യമുള്ളായിരുന്നു. അപ്പോൾ ഇത് ഇന്നലെ ലച്ചു ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സയൻസ് എക്സിബിഷന് പോവാണ്. എല്ലാം പറയാനൊക്കെ പഠിച്ചിട്ടുണ്ടോ? അപ്പോൾ എല്ലാം നല്ലോണം ഇന്ന് ഫുഡ് ഫെസ്റ്റും കൂടെ. അതിന് രാവിലെ തൊട്ട് 100 രൂപയ്ക്ക് എൻ്റെ പുറവിൽ നടക്കും കേട്ടോ. 2ാം ക്ലാസ് വരെയുള്ള പിള്ളേർക്ക് ഇന്ന് ഫുഡ് ഫെസ്റ്റാണ്. അപ്പം ഇവർക്ക് കാശൊക്കെ കൊണ്ടുപോകുമ്പം എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ ലച്ചുവിന് ഈ വർഷം കൂടെ ഉള്ളൂ ഈ സയൻസ് എക്സിബിഷനൊക്കെ കേട്ടോ. അടുത്ത പ്രാവശ്യം 10ാം ക്ലാസ് ആകുമ്പോൾ ബോർഡ് എക്സാം സമയത്തൊന്നും അവരിതൊന്നും ഒരുവിധപ്പെട്ട പ്രോഗ്രാമിനൊന്നും പങ്കെടുപ്പിക്കത്തില്ല. അപ്പം ഈ പ്രാവശ്യം ചേർന്നിട്ട് ലാസ്റ്റ് നിമിഷം പിന്മാറി. എന്താ സംഭവം എന്നറിയത്തില്ല. അവരും ഗ്രൂപ്പായിരുന്നു. അപ്പം എല്ലാവരോടും സഹകരിച്ചെങ്കിലല്ലേ പറ്റത്തുള്ളൂ. അപ്പം അവൾക്ക് ശകലം താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കൂടെയുള്ള കുട്ടികളൊക്കെ മാറിയോണ്ട് അവളും ഒരു വിഷമത്തോടാണെങ്കിലും അവളും പിന്തിരിഞ്ഞു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ലച്ചു ചെയ്തുകൊണ്ട് പോയതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഈ ചാനലിനകത്ത്. ഈ ചാനലിനകത്തല്ല, ആഷീസ് സൈസ് വ്ലോഗിനകത്തായിരുന്നു. മറ്റേ വേറെ ചാനലുണ്ട്, അതിനകത്തായിട്ടിരുന്നത്. അപ്പം ഈ വർഷം, കഴിഞ്ഞ പ്രാവശ്യം ആഷ്മി ചേർന്നില്ല, ഈ വർഷം ആഷ്മി ചേർന്ന് കേട്ടോ. അതിന് ആഷ്മിക്ക് മെനക്കേടൊന്നും ഇല്ലായിരുന്നു. ആഷ്മിയുടെ അമ്മയ്ക്കായിരുന്നു, ആഷ്മിയുടെ കൂട്ടുകാരിയുടെ അമ്മയ്ക്കായിരുന്നു മെനക്കേട് മൊത്തം, ഇല്ലയോ? ഇനി പോവാ. എന്തായാലും മുടി മുറിച്ചത് കൊള്ളാവോ ഇല്ലയെന്ന് പറയണേ. കൊള്ളത്തില്ലെന്ന് എല്ലാവരും പറഞ്ഞത്. അപ്പം അതുപോലെ തന്നെ വീഡിയോ റെക്കോർഡായി, ഓഡിയോ റെക്കോർഡായില്ല കേട്ടോ. ഓഡിയോ നമ്മൾ എടുക്കുന്ന സമയത്ത് റെക്കോർഡാവുന്നുണ്ട്, കാരണം നമ്മൾ എടുത്തു കഴിഞ്ഞൊന്ന് നോക്കുമല്ലോ. പക്ഷെ സേവ് ചെയ്തിരുന്ന സമയത്ത് സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തോ അത് വോയിസ് കിട്ടുന്നില്ല കേട്ടോ. അപ്പം എന്നാണ്ട് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ടും കഴിക്കാനും ഒക്കെ ആയിട്ട് ഞാൻ ചപ്പാത്തി റോളെല്ലാം റെഡിയാക്കി വെച്ചു കേട്ടോ. ഇന്നിപ്പോൾ രാവിലെ ഇച്ചിരി ലേറ്റായിട്ടുണ്ട്. ലേറ്റായെന്ന് പറഞ്ഞാൽ രാവിലെ എക്സിബിഷൻ്റെ ഭാഗമായിട്ട് കുറച്ചുകൂടെയൊക്കെ ഏതാണ്ടൊക്കെ കിണങ്ങണമെന്നൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. ഇന്നലെ രാത്രി 11:30 കിടന്നപ്പം കേട്ടോ. ഇന്ന് രാവിലെ എഴുന്നേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ലച്ചുവിനാണ് മെനക്കേട് മൊത്തം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്, ആഷ്മിക്ക് എന്ത് വർക്കുണ്ടെങ്കിലും അത് ചെയ്ത് കൊടുക്കേണ്ടെന്ന് ലച്ചു കേട്ടോ. അതുകൊണ്ട് തന്നെ അവളെ കുളിക്കാനും എടുക്കാനൊക്കെ ഇച്ചിരി താമസിച്ചു കേട്ടോ. ഇച്ചിരി സമയം താമസിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ലച്ചുവിന് അങ്ങ് ഭയങ്കര വെപ്രാളം കേട്ടോ. അങ്ങനെ കണ്ട നിന്നുകൊണ്ട് കഴിക്കുകയാണ് കേട്ടോ. ഞാൻ റോളാക്കി വെച്ചുകൊണ്ട് അതും ഒരു കാര്യം. അതുകൊണ്ട് ആഷ്മി ആണെങ്കിൽ പിന്നെ എന്താണ് ചപ്പാത്തിക്കകത്ത് മുട്ട മാത്രം എടുത്ത് വെച്ച് കഴിച്ചിട്ട് ചപ്പാത്തി അവിടെ കളഞ്ഞ് വെച്ചങ്ങ് പോവാട്ടോ. രാവിലത്തെ തീറ്റയൊക്കെ കണക്കാണ്. ലച്ചു തന്നെയാണ് ആഷ്മി ഉരുക്കി വിടുന്നതും എല്ലാം കേട്ടോ. മുടി കെട്ടുന്നതും യൂണിഫോം എടുത്ത് കൊടുക്കുന്നതും. ചുമ്മാതെ ഇങ്ങനെ വടി പോലെ നിൽക്കത്തേ ഉള്ളൂ ആഷ്മി കേട്ടോ. കുഞ്ഞാന്നും പറഞ്ഞ് ഇങ്ങനെ ഒരു നിപ്പാണ് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച്. ഇനി എന്ന് സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുമോ എന്തോ. എന്തായാലും ഇന്ന് സ്കൂളിലോട്ട് പോകാൻ ഭയങ്കര തിരക്കായിരിക്കും. എല്ലാവരും ഇല്ല, എക്സിബിഷൻ ആയതുകൊണ്ട് സാധനങ്ങളൊക്കെ ആയിട്ട് കാറിലായിരിക്കും വരുന്നത്. ഈ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഇച്ചിരി ലേറ്റായി കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ല, ചെറിയൊരു വഴിയാണ് കേട്ടോ. ഈ കണ്ട ആൾക്കാർ ഇത്രയും കാറുമായിട്ടാണ് വന്നത് കേട്ടോ. എനിക്കേ ഉള്ളായിരുന്നല്ലോ ഒന്നും ചെയ്തുകൊണ്ട് പോകാത്തത്. അതുകൊണ്ട് കുറച്ച് പേരൊക്കെയുള്ള സ്കൂട്ടറിൽ വന്നത്. എല്ലാവരും ഈ ഒരു ദിവസം കാറുമായിട്ടാണ് വരുന്നത്. കാരണം ഇല്ല, തെർമോക്കോളിനകത്തൊക്കെ ചെയ്തെടുത്ത് സാധനമൊക്കെ ആയിട്ട് കാറിനകത്തല്ലേ വരാൻ പറ്റൂ.
അല്ലെങ്കിൽ അത് ചീത്തയായി പോകത്തില്ലേ. അങ്ങനെ പിള്ളേരെയൊക്കെ കൊണ്ട് വിട്ടിട്ട് വന്നതിന് ശേഷം ഞാൻ കുറച്ച് ഉള്ളിയും തൊമരയും കറി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഞാനിവിടെ തേങ്ങ വറുത്ത് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുകയെന്ന് പറഞ്ഞല്ലോ. 3 തേങ്ങ വറുത്ത് വെച്ച് കേട്ടോ. ഇനി ഉണ്ട് കുറച്ച്. അപ്പം നമുക്ക് കുറേശ്ശെ ഇതുപോലെ എടുത്ത് കറി വയ്ക്കാം കേട്ടോ. അപ്പം ഞാൻ ഉള്ളിയും തൊമരയും കൂടി ഇട്ട് ഒരു തേങ്ങയൊക്കെ വറുത്തരച്ച് ഒരു ഒഴിച്ചറി അങ്ങോട്ട് വയ്ക്കാമെന്ന് വിചാരിച്ച്. ഇച്ചിരി കായപ്പൊടിയും കൂടി ഇടട്ടെ. ശകലം കായപ്പൊടി. തേങ്ങ വറുക്കാതെ മുളകും മല്ലി ഇട്ട് എടുക്കുന്നെങ്കിൽ നമ്മൾ ആദ്യമേ കുറച്ച് കായും കൂടെ അങ്ങ് ഇടും തൊമരയുടെ കൂടെ. അപ്പം അതങ്ങ് അരിഞ്ഞ് കിട്ടും. ഇത് പിന്നെ ഞാൻ വിചാരിച്ചിട്ട് കായപ്പൊടി ശകലം ചേർത്താൽ നല്ല രസമാണ് കഴിക്കാൻ കേട്ടോ. എന്തായാലും ആ വീഡിയോ എടുത്തത് ഉണ്ടായതുകൊണ്ട് എനിക്കൊരു സന്തോഷം. എന്നും ഇങ്ങനെ സ്കൂളിൽ വിട്ട് വന്ന വഴിക്ക് സ്കൂളിൽ നിന്ന് വന്ന വഴിക്ക് ഞാൻ നമ്മുടെ നാസറിനെ കണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് നാസറിൻ്റെ ഞാൻ കുറച്ച് ഒരു 3-4 ചൂര മേടിച്ചായിരുന്നു. അപ്പോൾ അതുകൂടെ വറക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കറി. ഇതൊക്കെ മതി, കുഴപ്പമില്ല. ഉച്ചയ്ക്ക് കഴിക്കുന്നത് ഞാൻ മാത്രമല്ലേ ഉള്ളൂ, ബാക്കി എല്ലാവരും ഇനി വൈകിട്ടല്ലേ കഴിക്കും. ഇനി ഇത് നല്ലോണം ഇത് വറുത്തരച്ചും കൂടെ അതിൻ്റെ നല്ല ടേസ്റ്റ് കേട്ടോ. തേങ്ങ വറുത്തരച്ചായിരുന്നു. ഒന്ന് തിളച്ച് ഇച്ചിരി ഒന്ന് പറ്റട്ടെ. വൈകുന്നേരം വരുമ്പോഴത്തേക്കിനും പിള്ളേർക്ക് ഞാൻ ഇന്നാളോ ഏത്തക്ക മേടിച്ചത് പറഞ്ഞില്ല, ഏത്തക്കൊല. അപ്പോൾ അത് ഞാൻ വറുത്തില്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചതങ്ങ് പഴുപ്പിച്ച് പുഴുങ്ങിയൊക്കെ കഴിക്കാമെന്ന്. കാരണം ഈ വറുത്ത് കഴിക്കുന്നതിനേക്കാളും നല്ലതല്ലേ നാടൻ കായല്ലേ പുഴുങ്ങി കഴിക്കുന്നതും പഴുപ്പിച്ച് കഴിക്കുന്നതൊക്കെ. ഇപ്പം 3-4 പഴുത്തിരിപ്പുണ്ട്. ഞാനിനിയിപ്പോൾ അത് അവളുമാർക്ക് ഇഷ്ടമല്ല പുഴുങ്ങി കൊടുക്കുന്നത്, എന്നാലും പുഴുങ്ങി കൊടുത്താൽ കഴിച്ചോളും. അപ്പം ഞാൻ വിചാരിച്ച് വൈകുന്നേരം വരുമ്പോഴത്തേക്കിന് 3-4 എടുത്ത് പുഴുങ്ങി വെക്കാമെന്ന്. അപ്പോൾ ഇനി പിള്ളേർ വന്നിട്ട് കാണാം കേട്ടോ. ബാക്കി വീഡിയോ അന്നേരം എടുക്കാം. ഞാനും ആശയാണെങ്കിൽ ഇന്ന് സ്കൂളിൽ വിട്ടിട്ട് റേഷൻ കടയിലോട്ട് വന്നതാണ്. അപ്പോൾ വരുന്ന വഴിക്ക് ആഷ്മിയാണെങ്കിൽ ഒരു സിപ്പപ്പും എന്തോ കുടിക്കാനും വാങ്ങിച്ച്. ഞാനും ദാഹിച്ചു വരഞ്ഞത് കാരണം ഒരു സ്പ്രൈറ്റും വാങ്ങിച്ച്. ഞങ്ങളുടെ സ്കൂളിൽ ഇന്ന് ഫുഡ് ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതായിരുന്നു. അമ്മ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ വീഡിയോ എടുത്ത് അത് സേവ് ആക്കുകയും ചെയ്തു. പക്ഷേ വീട്ടിൽ വന്ന് എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ അതിനകത്ത് ഓഡിയോ ഇല്ല ഗൈസ്. അങ്ങനെ ഓഡിയോ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ച് ഡബ് ചെയ്യാമെന്ന്. പക്ഷേ ഇത് നല്ല രസമായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് കാര്യം പറയുന്നത് കേൾക്കാനായിട്ട്. പിന്നെ ഒരു വീഡിയോ നമുക്കിങ്ങനെ നല്ല രസമാണ് ഈ വീഡിയോയിൽ കാണാൻ. ഞങ്ങൾക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഇനി നിങ്ങളുടെ കാര്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇപ്പം അമ്മ പറഞ്ഞ് എപ്പോഴും ഞാനല്ലേ ഡബ് ചെയ്യുന്നത്, അപ്പോൾ ഇന്നൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് നീ ഡബ് ചെയ്യാൻ. അപ്പം ഞാനിങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇതൊക്കെ. ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത് ഞാൻ മറന്നുപോയി. പക്ഷേ ഞാൻ ഫുഡ് ഫെസ്റ്റിനെ പറ്റി, അന്ന് ഞങ്ങളുടെ സ്കൂളിൽ ഫുഡ് ഫെസ്റ്റും സയൻസ് എക്സിബിഷനും ആയിരുന്നേ. അപ്പോൾ ഞാനാണെങ്കിൽ സയൻസ് എക്സിബിഷന് എന്തോ ഒന്ന് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് വിചാരിച്ച് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഒരു ടീം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ലാസ്റ്റ് മിനിറ്റ് ഒന്നും ചെയ്തില്ല. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ സയൻസ് എക്സിബിഷന് ഒരു ടീംമേറ്റായിട്ട് ഞാനും കയറിയായിരുന്നു. അങ്ങനെ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ആ കോമ്പറ്റീഷനൊക്കെ കഴിഞ്ഞു. ഉച്ച കഴിഞ്ഞ് ഞങ്ങൾക്ക് ഫുഡ് ഫെസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് ഫെസ്റ്റ് ഞങ്ങൾ എന്തൊക്കെ വാങ്ങിച്ച് കഴിച്ചു, എന്തൊക്കെ നടന്നു, എന്തൊക്കെ കാര്യങ്ങൾ കണ്ടു, ആൾക്കാരൊക്കെ എന്തൊക്കെ ചെയ്തു എന്നുള്ളതൊക്കെ ഇങ്ങനെ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. വലിയ കാര്യത്തിൽ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ വീട്ടിലെത്തിയപ്പോഴാണ് പറ്റി ഞങ്ങൾക്ക് മനസ്സിലായത് വീഡിയോയ്ക്കൊന്നും ഓഡിയോ ഇല്ല. അപ്പോൾ ഞാനിനി എന്തൊക്കെയാണ് പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ നിങ്ങളോട് ഡബ് ചെയ്ത് തന്നെ പറയണം. പക്ഷെ അമ്മ ഡബ് ചെയ്യുന്നതിനെക്കാട്ടിലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഞങ്ങളിങ്ങനെ അല്ലാതെ ഇങ്ങനെ ഡബ് ചെയ്യാതെ അല്ലാതെ ഡയറക്റ്റായിട്ട് കാര്യങ്ങൾ പറയുന്നതാണ് കുറച്ചുകൂടെ കേൾക്കാൻ രസം. കമ്പാരിറ്റീവ്ലി അതാണ് നമുക്കൂടെ കുറച്ചുകൂടെ കാണുമ്പോൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ രസം തോന്നുന്നത്. പിന്നെ എനിക്ക് ഡബ് ചെയ്യാൻ വലിയ സ്കില്ലൊന്നുമില്ല അമ്മയുടെ കൂട്ട്. എനിക്കിങ്ങനെ കാര്യങ്ങളിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലും അത്ര വലിയ പിടിയൊന്നുമില്ല. പിന്നെ സ്കൂളിൽ നടന്ന കാര്യങ്ങൾ ഞാനിങ്ങനെ അമ്മയോട് പറഞ്ഞു, നീ സ്കൂളിൽ എന്തൊക്കെ കാര്യങ്ങൾ കണ്ട് എന്തൊക്കെ ചെയ്ത് അതൊക്കെ പറഞ്ഞാൽ മതി, അതൊക്കെ കേൾക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, അതൊക്കെ പറഞ്ഞു. എനിക്ക് അറിഞ്ഞുകൂടാത്തതുണ്ടോന്നും, പക്ഷേ എനിക്കും ഇഷ്ടമായി ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പം ഞാൻ അന്ന് സയൻസ് എക്സിബിഷന് ആ ഫുഡ് ഫെസ്റ്റ് നമുക്ക് പൈസ കൊണ്ടുപോയിട്ട് വാങ്ങിക്കാമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നത് അമ്മയും കൂടെ ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുവാണ്. പിന്നെ ഫുഡ് നമുക്ക് പൈസ വന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് നമ്മുടെ ഇഷ്ടമുള്ളത് വാങ്ങിച്ച് കഴിക്കാം. KG പിള്ളേർ LKG UKG 1ാം ക്ലാസ് 2ാം ക്ലാസ്
ആ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരുടെ പേരൻസാണ് ഈ ഫുഡ് ഫെസ്റ്റ് നടത്തുന്നത്. അപ്പം അവർ വീട്ടിൽ നിന്ന് ഓരോന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരും, കടകളിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരും. ബിരിയാണിയൊക്കെ ഉണ്ട്, പിന്നെ ഇങ്ങനെ ചീനി, മീൻ, പിന്നെ ഗുലാബ് ജാമുന്, ഉപ്പിലിട്ടത് ഞാൻ ഉപ്പിലിട്ട പൈനാപ്പിൾ, ഉപ്പിലിട്ടത് ഫുള്ള് ഞാൻ തിന്ന്. ഉപ്പിലിട്ട മാങ്ങ, പൈനാപ്പിൾ, മുളക്, ക്യാരറ്റ് മിക്സ്, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. ഉപ്പിലിട്ടത് ഞാൻ ഇഷ്ടം പോലെ ഉപ്പിലിട്ട മാങ്ങ കഴിച്ച്. അതായിരിക്കും ഞാൻ അതിൻ്റെ ഏറ്റവും കൂടുതൽ കഴിച്ചത്. ആശയാണെങ്കിൽ 100 രൂപ 150 രൂപ കൊണ്ടുപോയായിരുന്നു. അത് ഫുള്ള് പൊടിച്ചിട്ടാണ് അവൾ വന്നത്. പക്ഷെ ഞാൻ അന്നും വാങ്ങിക്കുന്നില്ല എന്ന് പറഞ്ഞ് പോയാണെങ്കിലും ഞാനും കൊണ്ടുപോയായിരുന്നു കുറച്ച് പൈസ. പക്ഷേ ഞാനത് തിരിച്ചിങ്ങി കൊണ്ടുവന്ന്. കാരണം എൻ്റെ ഫ്രണ്ട്സ് വാങ്ങിച്ചു തന്നു കുറേ, പിന്നെ സാറുമാർ വാങ്ങിച്ചു തരും, പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അമ്മമാർ വാങ്ങിച്ചു തരും, പിന്നെ ചില ആൻറ്റിമാർ നമുക്ക് ഫ്രീ ആയിട്ടൊക്കെ തരുവിടെ സ്നേഹം തോന്നിയിട്ട്. അങ്ങനെ ഞാൻ ഫുള്ളൊന്നും പൊട്ടിച്ചില്ല. എന്തായാലൊക്കെ വാങ്ങിച്ചൊക്കെ ചെയ്ത്, പക്ഷേ ഫുള്ളൊന്നും പൊട്ടിച്ചില്ല. പിന്നെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് നല്ല ടേസ്റ്റായിരുന്നു. അവിടുത്തെ ഉപ്പിലിട്ട മാങ്ങയായിരുന്നു അവിടുത്തെ സെറ്റ്. അങ്ങനെ അതെല്ലാം കഴിച്ച് ഞങ്ങൾക്ക് ഉച്ച വരെ ഈ പരിപാടികൾ, അത് കഴിഞ്ഞ് പഠിത്തമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ പഠിത്തമൊന്നും നടന്നില്ല, ഫുള്ള് പരിപാടിയായിരുന്നു അന്ന്. അത് തന്നെ ഞങ്ങൾക്ക് ഓഡിറ്റോറിയത്തിലായിരുന്നു നടന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് മനുഷ്യൻ്റെ ഊപ്പ ഇളകി, കയ്യിലിരുന്ന വെള്ളവും തീർന്ന്. പിന്നെ ഞങ്ങൾ കൊണ്ടുപോയ ഫുഡൊക്കെ അതേപോണൊക്കെ തിരിച്ച് കൊണ്ടുവരികയും ചെയ്ത്. കാരണം ഈ വാങ്ങിച്ച് തിന്ന് ഈ പേരൻസ് തന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഫുഡ് ഫെസ്റ്റിന് പോയി അവിടുത്തെ സാധനങ്ങളെല്ലാം തിന്നപ്പോഴത്തേനും വയറ് കംപ്ലീറ്റായി, വയറ് ഫുള്ളായിരുന്നു. പിന്നെ അമ്മ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് കൂടെ തിന്നാനുള്ള സ്പേസ് ആർക്കും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ചോറ്, ഞാൻ പിന്നെ ചപ്പാത്തി എങ്ങനെ ഉണ്ടായിരുന്നത്, അത് പിന്നെ വിശക്കായിരിക്കണ അവിടെ ഇരുന്ന് എല്ലാവർക്കും കൂടെ ഞങ്ങളെല്ലാം കൂടെ ഷെയർ ഇട്ട് തിന്ന് ചോറൊക്കെ എല്ലാവരും തിരിച്ച് വീട്ടിൽ തന്നെ കൊണ്ടുപോയത്. ആരും ഒന്നും കഴിച്ചില്ല ഉച്ചയ്ക്ക്. പിന്നെ ആശയും ചെയ്തായിരുന്ന സയൻസ് എക്സിബിഷൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നല്ലോ. പക്ഷേ 2 ക്ലാസ് വെച്ചിട്ട് ആ കോമ്പറ്റീഷനേ ഉള്ളു. ആഷ്മി ചെയ്തായിരുന്നു. അതെന്തോ എനിക്ക് തോന്നുന്നു വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ എന്തോ ആയിരുന്നു. വേസ്റ്റ് മാനേജ്മെൻറ്റ്, റീസൈക്കിൾ, 3 R'സിൻ്റെയോ, റീസൈക്കിൾ, റെഡ്യൂസ്, റീയൂസ്, അങ്ങനെ അങ്ങനെയൊക്കെ അതൊക്കെ ആയിരുന്നു ആഷി ചെയ്തത്. പക്ഷേ ആഷ്മിക്ക് വലിയ ഇതില്ലായിരുന്നു. അവളെന്തോ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് മാത്രം പഠിച്ചാൽ മതിയായിരുന്നു, ബാക്കിയെല്ലാം ആഷ്മി ടീമായിരുന്നു. ആഷ്മി വേറെ കൊച്ചും. അപ്പോൾ ആ കൊച്ചാണ് ഡയഗ്രാം കൂടുതലൊക്കെ ചെയ്തത്. ആഷി ജസ്റ്റ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോയതേ ഉള്ളൂ. പിന്നെ ഞാനാണെങ്കിൽ ഹൈഡ്രോ പവർ, ഇലക്ട്രിസിറ്റി അതൊക്കെ ചെയ്ത്. അങ്ങനെയൊക്കെ മാർക്ക് കിട്ടുമോ എന്തോ ആവോ. നേരത്തെ പറഞ്ഞില്ലേ ഞാൻ വൈകിട്ട് വരുമ്പോഴത്തേക്കിനും ഏത്തക്ക പുഴുങ്ങി വെക്കാമെന്ന്. ലാസ്റ്റ് ഞാൻ തന്നെ കഴിച്ച് തീർക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏത്തപ്പഴം പുഴുങ്ങിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. 2 പേരുടെ എക്സ്പ്രഷൻ ഒന്ന് കാണണമായിരുന്നു ഞാനിത് കൊടുത്തപ്പോഴത്തേക്കിനും. ഞാൻ തന്നെ തീർക്കൂടെ, എനിക്കിഷ്ടം അതൊക്കെ. എന്റെ പിങ്കുവിനെ ഇഷ്ടമാണ്ടോ? എന്റെ പിങ്കുഞ്ഞ കുഞ്ഞു കണ്ടോ? അവളെല്ലാം വാങ്ങികളെ കൊണ്ട് ശേഖരിച്ച് വെച്ചേക്കുമല്ല. അവിടെ ഇത് ചൂടാ സാധനം. കാവാ ചൂടായോണ്ട തിന്നു പിങ്കു ഒന്ന് കഴിച്ചോ. ഞാൻ ചോറുണ്ടാണ് ഞാനേ കഴിക്കുന്നത്. കിട്ടാൻ വേണ്ടി തോണ്ടുന്നത് ആശയ. കൊച്ചിന് കാല് മാറിപ്പോയി കേട്ടോ. പിങ്കുവിന് കാല് മാറിപ്പോയി. ലച്ചു ഇവിടെ നിന്ന് ചോറുന്നുണ്ട്. അതിനകത്ത് മീന് വേണ്ടിട്ട് തോണ്ടിയത് ആശയുടെ കാലില്. പിന്നെ മനസ്സിലായ കാല് മാറിയെന്ന്. എനിക്ക് കാലല്ലായിരിക്കില്ല. തോന്നിട്ട് കാര്യമില്ല മക്കളെ, തോണ്ടിയിട്ട് കാര്യമില്ല, ഒന്നും കിട്ടത്തില്ല. വേണ്ട കണ്ടോ, ഞാനിതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് എന്തോ കാര്യമാന്ന് പറ. ഉച്ചക്ക് ഫുഡ് ഫെസ്റ്റ് ആയതുകൊണ്ട് എല്ലാം അവിടെ പോയെല്ലാം വലിച്ചെടുത്തോണ്ട് ചോറുണ്ടില്ല. ചോറൊക്കെ വേണ്ട, ഉച്ചക്ക് ചോറല്ലല്ലോ കൊണ്ടുപോയത്. ഇപ്പം വന്ന് കണ്ട ചോറ് കഴിക്കുകയാണ്. ചോറും ചപ്പാത്തി കഴിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ആരും കഴിച്ചു, ഒന്നും കഴിച്ചു പോകണം. എന്നൊരു കാര്യം ചെയ്യും, രാവിലെ കഴിച്ചിട്ട് പോയാൽ ഇനി മുതൽ വീട്ടിൽ വന്ന് വെച്ചാൽ മതി. 3:30 വീട്ടിൽ വരത്തില്ലയോ? അല്ല പിന്നെ കഷ്ടമായത്. നമ്മള് നീ ഏത്തപ്പഴം മുഴുക്ക്. ഇത് നല്ല നാടൻ ഏത്തപ്പഴം. പിള്ളേരെ കഴിക്ക്. നിങ്ങൾ കഴിക്കുമായിരുന്നല്ലോ വേണ്ടെന്ന് പറഞ്ഞെങ്കിൽ. എന്ത് പിള്ളേരാ ഇത്? ഈ ഇതൊക്കെ ഇഷ്ടമല്ലാത്ത പിള്ളേരുണ്ട്. പിങ്കു എന്താ തിന്നുന്നേ? പിങ്കു ആരോടെ? പിന്നെ അരുത്തിക്കൊച്ചമ്മയോ? അരുത്തിക്കൊച്ചമ്മ മിക്കു. ഹലോ അരുത്തിക്കൊച്ചമ്മ മിക്കു, ഇങ്ങോട്ട് നോക്കിയാട്ട്. ഏത്തപ്പഴം വേണോ? സഹായിക്കുവോ?
അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റന്നാൾ കാണാം.